ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ LDF മുദ്രാവാക്യം പുറത്തുവന്നു. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ എന്നതാണ് മുദ്രാവാക്യം. രാഷ്ട്ര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ LDF നിലപാട് വ്യക്തമാക്കുന്നതാണ് മുദ്രാവാക്യം. സിജു സുഗതൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. സിജു, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ LDF മുദ്രാവാക്യം ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ എന്നതാണ് മുദ്രാവാക്യത്തിൽ വ്യക്തമാക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മുദ്രാവാക്യത്തിൽ വ്യക്തമാക്കുന്നത്? ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്ര ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ മുദ്രാവാക്യം പുറത്തു വന്നിരിക്കുന്നു. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്നുള്ളതാണ് ഈ മുദ്രാവാക്യത്തിൽ പറയുന്നത്. ജനാധിപത്യവും മതനിരപേക്ഷതയും ഇല്ലാതാകും, കോർപ്പറേറ്റുകൾ നാടുഭരിക്കും, ഇടതില്ലെങ്കിൽ എന്നാണ് LDFിൻ്റെ മുദ്രാവാക്യത്തിന് കൂടെ ചേർത്ത് പറയുകയും ചെയ്യുന്നത്. നമുക്കറിയാം 2016, 2021 കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് കരുത്തായി മാറിയ രണ്ട് മുദ്രാവാക്യങ്ങളുണ്ട്. 2016 വന്ന LDF വരും, എല്ലാം ശരിയാകും. അതോടൊപ്പം തന്നെ 2021 ഉറപ്പാണ് LDF എന്നീ രണ്ട് മുദ്രാവാക്യങ്ങൾക്ക് പിന്നാലെയാണ് മൂന്നാമത്തെ ഈ മുദ്രാവാക്യം ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്നുള്ള ഈ മുദ്രാവാക്യം പുറത്തു വന്നിരിക്കുന്നത്. ഓരോ മുദ്രാവാക്യവും ഓരോ കാലഘട്ടത്തിൻ്റെ പ്രതിഫലനവും അതോടൊപ്പം തന്നെ പ്രതികരണവുമാണ്. ഇവിടെ ഈ വർഗീയ ഫാസിസ്റ്റുകൾ ഭരണത്തിൽ പിടിമുറുക്കുകയും വരുന്ന കാലഘട്ടത്തിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കുകയും മതനിരപേക്ഷത തകർത്തുകൊണ്ട് കോർപ്പറേറ്റുകളുടെ പിടിയിൽ ഭരണത്തെ കൊണ്ടുപോകുമ്പോൾ BJPയിലേക്ക് പോകാൻ കോൺഗ്രസ്സുകാർ തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ കൃത്യമായൊരു മുദ്രാവാക്യമാണ് ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് LDFിൻ്റെ മുദ്രാവാക്യം പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ 2016 ഒരു മുദ്രാവാക്യമായിരുന്നു ഈ LDF വരും, എല്ലാം ശരിയാകും എന്നുള്ള മുദ്രാവാക്യം. അത് 2016 മുമ്പ് കേരളത്തിൽ ഭരണത്തിലിരുന്ന UDF സർക്കാരിൻ്റെ അഴിമതിയിലും അതോടൊപ്പം തന്നെ മറ്റെല്ലാ ദുർനടപ്പുകളുടെയും പ്രതീകമായിരുന്ന അന്നത്തെ UDF സർക്കാരിനെ തകർത്തെറിഞ്ഞ ഒരു മുദ്രാവാക്യമായിരുന്നു LDF വരും, എല്ലാം ശരിയാകുമെന്നുള്ളത്. അങ്ങനെ മൊത്തത്തിൽ കുഴപ്പത്തിൽ കിടന്നിരുന്ന ഒരു സംസ്ഥാനത്തെ ശരിയിലേക്ക് കൊണ്ടുവന്ന ഒരു മുദ്രാവാക്യം, ഒരു ഇടതുപക്ഷം, ആ ഇടതുപക്ഷത്തിൻ്റെ നയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുദ്രാവാക്യം തന്നെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആ മുദ്രാവാക്യം വളരെ ശക്തിമത്തായി തന്നെ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു. അതിനനുസരണമായി വലിയൊരു വിജയം 2016, അതിൻ്റെ തുടർച്ചയായി 2021, അതായത് മഹാപ്രളയം, ഒപ്പം തന്നെ കോവിഡ്, നിപ്പ അടക്കമുള്ളവയെ അതിജീവിച്ച ഒരു കേരളമുണ്ട്. ആ കേരളമാണ് LDF, ഉറപ്പാണ് LDF എന്ന് പറയുന്ന രണ്ടാമത്തെ. കാരണം ആ 5 വർഷത്തെ ഭരണം, പിണറായി ഭരണം കേരളത്തെ മുന്നോട്ട് നടത്തുകയും അതിനു മുമ്പുണ്ടായിരുന്ന UDF ഭരണത്തിൻ്റെ എല്ലാവിധ ദുർനടപ്പുകളെ ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ട് ശരിയായ കേരളത്തിന് ശരിയായ പാതയിലേക്ക് കൊണ്ടുവന്ന പിണറായി സർക്കാരിൻ്റെ തുടർച്ചയാണ്, ഉറപ്പാണ് LDF എന്ന് പറയുന്ന രണ്ടാമത്തെ മുദ്രാവാക്യം വന്നത്. ഇവിടെ ഈ മൂന്നാമത്തെ മുദ്രാവാക്യം ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആരാണ് രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത്, ഏത് പക്ഷമാണ് രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നുള്ള ഒരു ചോദ്യം രാജ്യത്തെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് നമ്മുടെ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത്, നമുക്കറിയാം ഏത് സാഹചര്യത്തിലാണ് ഇന്ത്യ എന്നുള്ള പേര് ഇവിടെ ഊന്നി പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്ന് ഒഴിവാക്കി ഭാരതം എന്ന് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, കേന്ദ്ര സർക്കാർ തന്നെ അത്തരത്തിൽ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ ബഹുസ്വരതകൾ ഇല്ലാതാക്കിക്കൊണ്ട് വർഗീയതയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഭരണം പിടിക്കാൻ ഒരുങ്ങുന്ന മോദി സർക്കാരിനെ രാജ്യം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ LDF അതിന്റെ വ്യക്തമായ നിലപാട് വ്യക്തമാക്കുന്ന മുദ്രാവാക്യമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. കോർപ്പറേറ്റുകൾ ഇല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ നാട് ഭരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറേണ്ട ഒരു അവസ്ഥയാണെന്നാണ് ഈ ഒരു മുദ്രാവാക്യത്തിലൂടെ വ്യക്തമാകുന്നത്. തീർച്ചയായും ആര്യ, ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യത്തിൽ ഊന്നിപ്പറയുന്നത് ജനാധിപത്യവും മതനിരപേക്ഷതയും ഉറപ്പാക്കണമെങ്കിൽ, ഒപ്പം തന്നെ കോർപ്പറേറ്റുകൾ നാട് ഭരിക്കാതിരിക്കണമെങ്കിൽ ഇടതുണ്ടാകണം, പാർലമെൻറ്റിൽ ഇടതിൻ്റെ കരുത്തുണ്ടാകണം, ഇടതിൻ്റെ ഉറച്ച ശബ്ദമുണ്ടാകണം എന്ന് തന്നെയാണ് LDFിൻ്റെ ഈ ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യത്തിലൂടെ പറയുന്നത്. അതിൽ എടുത്തു പറയുന്നത് വളരെ കൃത്യമായി ജനാധിപത്യവും മതനിരപേക്ഷതയും ഇല്ലാതാകും, ആരില്ലെങ്കിൽ ഇടതുപക്ഷം ഇല്ലെങ്കിൽ, കോർപ്പറേറ്റുകൾ നാടുഭരിക്കും, ആരില്ലെങ്കിൽ ഇടതില്ലെങ്കിൽ. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാവരും BJPയിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്നുള്ളത് ഓരോ അവസരങ്ങളിലും വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ നിർണായകമായി ഇടപെടൽ നടത്തുന്നത് രാജ്യത്തെ നിലനിർത്തണമെങ്കിൽ, രാജ്യത്തിൻ്റെ ബഹുസ്വരത നിലനിൽക്കണമെങ്കിൽ, രാജ്യത്തിൻ്റെ മതനിരപേക്ഷത നിലനിൽക്കണമെങ്കിൽ, രാജ്യത്തെ ഭരണഘടന നിലനിൽക്കണമെങ്കിൽ, പാർലമെൻ്ററി സംവിധാനം, ഫെഡറലിസം നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് കരുത്തുണ്ടാകണം. നമ്മുടെ ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷം കരുത്താർജിച്ച് കൂടുതൽ കരുത്തോടു കൂടി പാർലമെൻറ്റിൽ ഇടതുപക്ഷം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ 20
മണ്ഡലങ്ങളിലെയും ഇടത് സ്ഥാനാർത്ഥികൾ ജയിച്ചു വരേണ്ടതിൻ്റെ സാഹചര്യം വളരെ നിർണായകമായി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ജയിച്ചു വരുമ്പോൾ ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു കരുത്ത് നിലപാട് വളരെ പ്രസക്തമാവുകയാണ്. നമുക്കറിയാം, മുൻപുണ്ടായിരുന്ന UPA സർക്കാരിൻ്റെ കാലത്ത് വളരെ നിർണായകമായ ചില നിയമങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള ചില നിലപാടുകൾ, അതിലൊക്കെ നിർണായകമായി ഇടപെടൽ നടത്തിയത് ഇടതുപക്ഷമായിരുന്നു. ആ ഇടതുപക്ഷം എല്ലാ കാലത്തും ഏതൊക്കെ കാലഘട്ടങ്ങളിൽ കൃത്യമായി നിലപാടെടുക്കുന്നുണ്ടോ അത് രാജ്യത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതാണ്. ഏറ്റവും ഒടുവിലായി ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇലക്ട്രൽ ബോണ്ടിലൂടെ വലിയൊരു അഴിമതി മോദി സർക്കാർ നടത്തുകയുണ്ടായി. ആ അഴിമതി പുറത്തു കൊണ്ടുവരാനും സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്തി ആ ഇലക്ട്രൽ ബോണ്ടിലൂടെ ഈ മോദി സർക്കാർ നടത്തിയ നഗ്നമായ അഴിമതിയാണെന്ന് ചൂണ്ടിക്കാണിക്കുവാനും കഴിഞ്ഞത് ഇടതുപക്ഷമാണ്. പ്രത്യേകിച്ച് CPM നടത്തിയ നിയമ പോരാട്ടങ്ങൾ, CPMൻ്റെ ജനറൽ സെക്രട്ടറി അടക്കം കോടതിയിലേക്ക് പോയതിൻ്റെ ഒരു സാഹചര്യം, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ രാജ്യത്തെ നിലനിർത്തണമെങ്കിൽ, രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവകാശം, ആ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെങ്കിൽ കൃത്യമായി ഇടതുപക്ഷം ഇവിടെ ഉണ്ടാകണം. പാർലമെൻറ്റിൽ അതിൻ്റെ കരുത്തുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷമാണ് ഉണ്ടാകേണ്ടത് എന്ന കാര്യത്തിൽ ഈ മുദ്രാവാക്യം പുറത്തു വന്നിരിക്കുന്നത്. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന് അദ്ദേഹം LDFൻ്റെ ഈ മുദ്രാവാക്യത്തിലൂടെ പുറത്തു വരികയും ചെയ്തിരിക്കുന്നു. ഒരു വോട്ട് മതി ഇന്ത്യയെ വീണ്ടെടുക്കാൻ. ഇന്ത്യൻ ജനാധിപത്യം എക്കാലത്തെയും വലിയ വെല്ലുവിളി നേരിടുകയാണ്. മതേതരത്വം കശാപ്പ് ചെയ്യപ്പെടുന്നു. ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. ഫെഡറൽ സംവിധാനങ്ങളെ നോക്കുകുത്തികളാക്കുന്നു. ഇത് ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ വോട്ട് ഇടതുപക്ഷത്തിന് തന്നെ നൽകൂ. മതേതര ഇന്ത്യയെ തിരിച്ചുപിടിക്കൂ. നമുക്കൊരുമിച്ച് തിരിച്ചുപിടിക്കാം നമ്മുടെ ഇന്ത്യയെ.